ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടന്ന നീതി നിഷേധത്തിന്റെ ലാവണ്യം പൊതു ഇടപെടലിലൂടെ ശ്രദ്ധേയമായി. സാമ്പത്തിക സംവരണവും നവോത്ഥാനവുമായിരുന്നു മുഖ്യ ചർച്ചാ വിഷയം. 4 ദിവസമായി കോഴിക്കോട് നടക്കുന്ന മേള ഇന്ന് സമാപിക്കും. KLFന്റെ ഏറ്റവും ശ്രദ്ധേയമായ സംവാദങ്ങളിൽ ഒന്നായിരുന്നു നിഷേധത്തിന്റെ ലാവണ്യം. സംവരണവും നവോത്ഥാനവും ചർച്ച ചെയ്യപ്പെട്ടത് വേറിട്ട അനുഭവമായി. സാമ്പത്തിക സംവരണം യാഥാർത്ഥ്യമായതോടെ മിച്ചമുള്ളത് കൂടി ജാതിക്കോട്ടയായി മാറുമെന്ന ആശങ്കയും മേള പങ്കുവച്ചു. റിപ്പോർട്ടർ TV മാനേജിംഗ് എഡിറ്റർ അഭിലാഷ് മോഹനായിരുന്നു ചർച്ച നയിച്ചത്. സംവരണം പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണെന്ന് അഭിലാഷ് മോഹൻ വിശദീകരിച്ചു. തൊഴിലിൽ നിന്ന്, വിദ്യാഭ്യാസത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ആളുകളും അതുവരെ ഈ പ്രിവിലേജുകളെല്ലാം ഉണ്ടായിരുന്ന ആളുകളും തമ്മിൽ മത്സരിച്ചാൽ അവിടെ ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇല്ല. മത്സരം ഈക്വൽസ് തമ്മിലാണല്ലോ വേണ്ടത്. അതുകൊണ്ട് അവിടെ ഒരു ഭരണഘടനാ പ്രൊവിഷനായി തന്നെ ഭരണഘടനയുടെ മാൻഡേറ്റോടുകൂടി സംവരണം വന്നു. അപ്പൊ നമുക്ക് എങ്ങനെ ഇൻ പ്രിൻസിപ്പിൾ സംവരണത്തെ എതിർക്കാൻ കഴിയുമെന്നുള്ളതാണ് എന്റെ ചോദ്യം. എന്നാൽ ചർച്ചയിൽ പങ്കെടുത്ത C. രവീന്ദ്രൻ സംവരണത്തെ എതിർത്തു. വിഭവശേഷി ഉപയോഗപ്പെടുത്തുന്ന സംവരണം വിഘാതം സൃഷ്ടിക്കുകയാണ്. സംവരണം ലഭിച്ച വിഭാഗത്തിന് ലോകത്തിന്റെ ഒരു ഭാഗത്തും മുഖ്യധാരയിലേക്ക് മുന്നേറാൻ കഴിഞ്ഞിട്ടില്ലെന്നും രവിചന്ദ്രൻ പറഞ്ഞു. ഇന്ത്യയിൽ നിലനിൽക്കുന്നത് അടിസ്ഥാനപരമായി സാമ്പത്തിക സംവരണം തന്നെയാണ്. ജാതികൾ കൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ടായിട്ടുണ്ട്. എന്നാൽ ജാതി വ്യവസ്ഥയിലേക്കുള്ള തിരിച്ചുപോക്കുകളുടെ നഷ്ടങ്ങളാണ് സംഭവിക്കുക. ഉദാഹരണമായിട്ട് ചില കമ്മ്യൂണിറ്റീസ് മാത്രമാണ് എല്ലാ ജോലികളും ചെയ്തുകൊണ്ടിരുന്നത്. അതൊരു സംവരണമാണ്, അലിഖിതമാണ്. ഇത്തരത്തിലുള്ള സംവരണം എന്ന് പറഞ്ഞാൽ ഈക്വാലിറ്റി എന്ന് പറയുന്ന പ്രിൻസിപ്പിൾസിന് തന്നെ എതിരാണ്. മാത്രമല്ല, സംവരണത്തിലെ ഏർപ്പെടുത്തിയിട്ടുള്ള സമാനമായി ഏർപ്പെടുത്തിയിട്ടുള്ള സമൂഹങ്ങൾ, നിങ്ങൾ മലേഷ്യ ആയാലും ചൈന ആയാലും ഒരുപാട് സമൂഹങ്ങൾ നോക്കും. ഇവിടെ ഒന്നും യഥാർത്ഥത്തിൽ സംവരണത്തിന്റെ ആനുകൂല്യം കിട്ടുന്ന സമുദായങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള അപ്ലിപ്മെന്റ് ഉണ്ടാകുന്നില്ല. എന്നാൽ ജനസംഖ്യ ആനുപാതികമായി പ്രാതിനിധ്യം ഇപ്പോഴും സംവരണ വിഭാഗത്തിന് ലഭിച്ചിട്ടില്ലെന്നും അഭിലാഷ് ചൂണ്ടിക്കാട്ടി. വേദിയിൽ നിന്നും സംവാദത്തിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. റിപ്പോർട്ടർ, കോഴിക്കോട്.